ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചയിൽ തനിക്ക് പ്രതീക്ഷയില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ സുരക്ഷ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ എംബസികളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെയും കുടുംബങ്ങളെയും ഒഴിപ്പിക്കാൻ US തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളെ വെറുതെ വിടില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള 6ാം വട്ട ചർച്ചയ്ക്ക് ഞായറാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റ് വേദിയാകും. ചർച്ചയിൽ തനിക്ക് വലിയ പ്രതീക്ഷയില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന അമേരിക്കൻ നിർദ്ദേശം ഇറാൻ തള്ളിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉടൻ ആക്രമണം നടത്തണമെന്നാണ് ഇസ്രയേൽ ആവശ്യം. ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടി സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ ചർച്ചയും നടത്തി. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്ന സാഹചര്യം ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇരു രാജ്യങ്ങളും. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ കൈക്കൊള്ളേണ്ട നീക്കങ്ങളെക്കുറിച്ച് US സെൻട്രൽ കമാൻഡ് തിരക്കിട്ട കൂടിയാലോചന തുടരുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാഖ്, ബഹ്റൈൻ, കുവൈറ്റ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ അത്യാവശ്യമല്ലാത്ത എംബസി ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഒഴിപ്പിക്കുമെന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കുവൈറ്റിൽ നിന്ന് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമെന്ന വാർത്ത US എംബസി തള്ളി. അതേസമയം രാജ്യത്തിനെതിരെയുള്ള ഏതൊരാക്രമണവും ശക്തമായി ചെറുക്കുമെന്നും ഗൾഫിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാധെ മുന്നറിയിപ്പ് നൽകി. അതിനിടെ മിഡിൽ ഈസ്റ്റ് അപകടകരമായ സ്ഥലമാകുമെന്നതിനാൽ US ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റുകയാണെന്ന് ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. മേഖലയിലെ അസ്ഥിരമായ ഒരു നിമിഷത്തിലാണ് ചില ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാനുള്ള US തീരുമാനം. ഇറാനുമായി ഒരു ആണവ കരാറിലെത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ സ്തംഭിച്ചതായാണ് വിവരം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ഒരു ആക്രമണത്തിന് ഒരുങ്ങുന്നതായി US ഇന്റലിജൻസും സൂചിപ്പിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു അഭിമുഖത്തിൽ അമേരിക്കയുടെ പ്രധാന ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ടെഹ്റാൻ സമ്മതിക്കുമെന്ന ആത്മവിശ്വാസം കുറഞ്ഞുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ US താവളങ്ങൾ ആക്രമിച്ച് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദയും പറഞ്ഞു. കുവൈറ്റിലെ US എംബസി ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജീവനക്കാരുടെ സ്ഥാനത്ത് മാറ്റം വരുത്തിയിട്ടില്ലെന്നും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുമെന്നും പറയുന്നു. ബുധനാഴ്ച നേരത്തെ മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാമെന്നും ബ്രിട്ടന്റെ സമുദ്ര ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് നിർണായക ജലപാതകളിലെ ഷിപ്പിംഗിനെ ബാധിച്ചേക്കും. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ഹോർമുസ് കടലിടുക്ക് എന്നിവയിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലുകൾക്ക് ജാഗ്രത പാലിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും US നീക്കങ്ങളെ തുടർന്ന് ഇറാഖിലെ എംബസി നിരന്തരമായ അവലോകനത്തിന് വിധേയമാക്കുമെന്നും ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. അമേരിക്കയുടെയും അവരുടെ മുഖ്യ പ്രാദേശിക ശക്തിയായ ഇറാന്റെയും അപൂർവ പ്രാദേശിക പങ്കാളിയായ ഇറാഖ് 2500 US സൈനികരെയാണ് വിന്യസിക്കുന്നത്. എന്നിരുന്നാലും ടെഹ്റാൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങൾ അതിന്റെ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാഖിനുള്ളിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. ഇറാനുമായി സഖ്യമുണ്ടാക്കുന്ന സായുധ സംഘങ്ങൾ US സൈനികരെ ആവർത്തിച്ച് ആക്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.